പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് TP മൈക്കിൾ. ഞാൻ കീരമ്പാറയിൽ നിന്ന് വരുന്നു. 16/9/2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പത്രം കൊണ്ടുവന്ന് പലരും തന്നായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഗമനിച്ചില്ല. എന്തിനാണ്, മാതാവ് ഇവിടെയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആലപ്പുഴയ്ക്ക് പോകണമെന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എനിക്ക് ആദ്യം തന്ന പത്രം ഞാൻ അന്വേഷിച്ച് നടന്നു, അത് എവിടെയാണ് കൊണ്ടിട്ടേന്ന്. കാരണം ഞാൻ വായിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലായിരുന്നു. പക്ഷേ തേടി പിടിച്ചു, എനിക്ക് പത്രം കിട്ടി, ഞാൻ വായിച്ചു. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഈ കൃപാസനത്തിൽ എത്തിച്ചേർന്നു ഉടമ്പടി എടുക്കാനായിട്ട്. ഉടമ്പടി എടുത്തു, ഇവിടെ നിന്നും വീട്ടിൽ പോയി. പിന്നെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുകയായിരുന്നു. കാരണം ആത്മീയമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാനും എനിക്ക് നല്ല രീതിയിൽ പള്ളി പോകണമെന്നുള്ള രീതി എല്ലാം വന്ന് നല്ല അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറ്റി. അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഇടയ്ക്കുണ്ട്. എങ്കിലും ഞാൻ 90 ദിവസം കഴിഞ്ഞ് പുതുക്കാനായിട്ട് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. പുതുക്കലെല്ലാം കഴിഞ്ഞു. ഞാൻ അച്ഛനെ കാണണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ടോക്കൺ എടുത്തപ്പോൾ എനിക്ക് ടോക്കൺ തരില്ല എന്ന് പറഞ്ഞു. കാരണം രണ്ടാമത്തെ പുതുക്കലാണ്, അച്ഛനെ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം, ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു. എന്നാൽ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഒത്തിരി ജനങ്ങൾ തടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ അച്ഛനെ കാണണേ എന്നോർത്ത് ഞാൻ മൂലയ്ക്ക് ബെഞ്ചിൽ പോയിരുന്നു. അമ്മ, എനിക്ക് കാണാൻ പറ്റില്ല അച്ഛനെ, അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 3/4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അച്ഛൻ താഴെ പോയിട്ട് നേരെ ഇതിൽ നടന്ന് കയറി പോവുകയാണ്. ആ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയാലോ. ഞാൻ ഓർത്ത് അച്ഛൻ ക്ഷീണിച്ച് ആവശ്യമായിട്ട് പോകുമായിരിക്കുമല്ലോ, എങ്ങനെയാണ് പോകണമെന്ന്. ഇപ്പോൾ എന്നെ ആരും തള്ളി വിടുമാതിരി തോന്നി. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ ആ നട കയറുമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യത്തിൽ അച്ഛനെ തലയ്ക്ക് പിടിപ്പിക്കാൻ പോയത് എന്നാന്ന് വെച്ചാൽ, എനിക്ക് 10-30 വർഷമായിട്ട് മാറാത്തൊരു രോഗം ഉണ്ടായിരുന്നു, അലർജി. ഗോതമ്പിൻ്റെ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിലും കടിയുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് പറയാനായിട്ട് ഞാൻ ഓടിയെത്തിയത്. അവിടെ ചെന്നപ്പോൾ അച്ഛ എന്ന് വിളിച്ചപ്പോൾ വിളിച്ചതെങ്കിലും അച്ഛ എന്ന് വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ തിരിഞ്ഞു നോക്കി. എന്തേ മോനെ എന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാറി കഴിഞ്ഞപ്പോൾ ഓർത്തത്, ഞാൻ രോഗങ്ങളെക്കുറിച്ചൊന്നും അച്ഛനോട് പറഞ്ഞില്ലല്ലോ, വേണ്ട, എല്ലാം അമ്മ കേട്ടിട്ടുണ്ട്, യേശു കേട്ടിട്ടുണ്ടല്ലോ എന്നോർത്ത് ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിക്കുവാണ്, ഈ ഹോട്ടലുണ്ടല്ലോ, ഇവിടെ പോയി 2 പൊറോട്ട എന്ന് കളയാം എന്ന് തോന്നി. കാരണം പൊറോട്ട എന്ന അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും കേട്ടാൽ എനിക്ക് അലർജിയുള്ള ഞാൻ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി റോഡിന് അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി 2 പൊറോട്ട മേടിച്ചങ്ങ് തിന്നു. ഞാൻ ഓർത്തു, ദൈവമേ, പ്രശ്നം ഇല്ല, അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്, അമ്മ എൻ്റെ കൂടെയുണ്ട്, ഒരു കുഴപ്പം വന്നില്ല. അത് പിന്നെ എനിക്ക് ആ അലർജി രോഗം ഉണ്ടായില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ വീട് വെക്കണം എന്നൊരു 10-25 വർഷമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. വീടില്ലായിരുന്നു, വാടക വീടൊക്കെ ആയിരുന്നു, പിന്നെ ചെറിയൊരു വീടായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ മാതാവ് പ്രത്യേക മതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന അനുഗ്രഹമാണ് ഒരു വീട് എനിക്ക് എത്രയും പെട്ടെന്ന് പണം തീർക്കാൻ കഴിഞ്ഞു. ഞാൻ അറിയാതെ തന്നെ 6 മാസം കൊണ്ട് ആ വീടിൻ്റെ എല്ലാ പണികളും ഒരു 10 പൈസ പോലും കടവില്ലാതെ തീർന്നു കിട്ടിയത്. അങ്ങനെ പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്ഥലം മേടിച്ചപ്പോൾ ആ പറമ്പിൽ വെള്ളമില്ല എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുണ്ടല്ലോ, നമുക്ക് വെള്ളം തരും, വാട്ടർ സപ്ലൈ മതി എന്നുള്ള രീതിയിലാണ് ആ വീട് മേടിച്ചതും ആ പറമ്പ് മേടിച്ചതും വീട് പണിതും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒത്തിരി സ്ഥാനക്കാരൊക്കെ അതിൽ വന്ന് അവരെ കൊണ്ടേ കാണിച്ച് പോയി പറഞ്ഞു, മോനെ, ഈ പറമ്പിലേക്ക് വെള്ളത്തിന് വേണ്ടി നീ ഞങ്ങൾ വിളിക്കരുത് കേട്ടോ, ഈ പറമ്പിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു വ്യക്തിയോട്, ബോർവെല്ലുകാരോട്, വെള്ളമില്ലാത്ത സ്ഥലം ഞങ്ങൾ എടുത്തു തരാൻ പറഞ്ഞ് അവിടെ വന്നിട്ട് ആ ബോർവെല്ല് വണ്ടി അവിടെ റോട്ടിലിട്ടിട്ട് ബോർവെല്ലുകാരൻ പറഞ്ഞു, ഇല്ല മോനെ, സോറി, ഇവിടെ വെള്ളം കിട്ടില്ല കേട്ടോ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് അവർ പോയി. അങ്ങനെ വിഷമിച്ച് ഞങ്ങളെന്നും ജപമാല അമ്മയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും തെറ്റിക്കാതെ രാത്രിയും രാവിലെയും ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ റിലേറ്റീവ് ഒരു അച്ഛൻ വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ വെള്ളമില്ലാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളമുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്നെ വെള്ളം കിട്ടില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അവിടെ താത്തിക്കോ, അവിടെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പോയി. ഞാൻ അവിടെ തന്നെ ഒരു കല്ല് കൊണ്ടുവച്ചു. അച്ഛൻ കോലൊന്നും കുത്തിയില്ല. ഞാൻ ഒരു കല്ല് കൊണ്ടുവച്ചു, മാതാവിൻ്റെ എണ്ണയും മാതാവിൻ്റെ കാശുരവും കൊണ്ടുവച്ച് അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛനായാലോ, നിങ്ങൾ കിണർ താത്തിയില്ലേ, വെള്ളം ഉണ്ടട്ടോ അവിടെ എന്ന് പറഞ്ഞു. 300 അടി താത്ത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നോക്കിയില്ല. അപ്പം തന്നെ ഒരു ബോർവെൽ വണ്ടിക്കാരനെ വിളിച്ചു. അവിടെ നിന്നു രാവിലെ പുള്ളി താത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആ തെങ്ങിൻ്റെ ഉള്ളിൽ കസേരയിട്ട് ജവമാല എടുത്തു, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ മാതാവേ, 300 അടിയാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും വെള്ളം കാണിച്ച് തരണം കേട്ടോ, ഞങ്ങൾ വെള്ളമില്ലാതെ ഭയങ്കര വിഷമിക്കുകയാണ്, വെള്ളം കിട്ടുമ്പോൾ നന്നായിട്ട് തരണം, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും വെള്ളമില്ല, അവർക്കെല്ലാം വെള്ളം കിട്ടാൻ പാകത്തിന് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 200 അടി ആയപ്പോഴത്തേക്കും
ആ റൂട്ടിൽ പോയി ഒരു മനുഷ്യൻ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വട്ടാണോ, എന്തിനാ ഈ പാറപ്പുറത്ത് നിങ്ങൾ കുഴിക്കണേ? ബോർവെല്ലുകാർ പൈസ മേടിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങളെന്തിനാ ഇവിടെ കുഴിക്കാത്തന്നെ? നിങ്ങൾക്കെല്ലാം വട്ടാണ്, അവർ പിന്നെ പൈസയ്ക്കാന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞ അയാൾ പോയി. എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചു, ഒത്തിരി കരഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന്. ദൈവമേ, ആ മനുഷ്യൻ അങ്ങനെ എന്നോട് പറയണ്ടായിരുന്നു, കിട്ടിയില്ലെങ്കിൽ വേണ്ട പറയണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്ത്, അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, കൃപാസന അമ്മേ എനിക്ക് വെള്ളം തരും എന്നുള്ള നിർബന്ധപൂർവ്വം ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വൈഫ് കടയിലിരുന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അയാളങ്ങ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോർവെല്ലടിക്കുന്ന വ്യക്തി, ഞാൻ വിചാരിച്ച അയാൾ ഉറക്കം തൂങ്ങി വീഴുന്നതാണ്, അയാൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വീഴുന്ന രംഗമാണ് കണ്ടത്. വീഴുന്ന് പറഞ്ഞാൽ ഈ ബോർവെല്ലിൻ്റെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പി താഴത്തേക്ക് അങ്ങ് തെന്നിപ്പോയി. അപ്പം തന്നെ അയാൾ പറഞ്ഞു, ചേട്ടാ വെള്ളം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പം തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അയാൾ പറയുക, ഒരിക്കലും തീരാത്ത വെള്ളത്തിൻ്റെ ഒരു കുഴിയിലേക്കാണ് മോനെ വീണിരിക്കുന്നത്, അത് കാരണം വെള്ളം ഇഷ്ടംമാതിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഒരിക്കലും തീരാത്ത വെള്ളം ഞങ്ങൾക്ക് 220 അടിയിൽ തന്നെ വെള്ളം ഇഷ്ടംമാതിരി കിട്ടി. അതാണ് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹം. എനിക്ക് സത്യത്തിൽ ഈ സ്റ്റേജിൽ ഡാൻസ് കളിക്കണം തോന്നണം. ഈ ഉടമ്പടി പ്രകാരം ഞാൻ ആരെ കണ്ടാലും പറയും, നിങ്ങൾ എന്ത് വിഷമം നിലപ്പം നിങ്ങൾ ഓടിച്ചെല്ലോ കൃപാസനത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഞാൻ ഈ വെള്ളമായി വീടുമായി ഞാനൊരു ദിവസം 10-50 പേരെയും ബസ്സിൽ കയറ്റിക്കൊണ്ട്, ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാനും കൂടെ അതിൽ പിന്നെ കോതമംഗലത്ത് ഒത്തിരി ആൾക്കാരെയും ഇങ്ങോട്ട് വരും ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനായിട്ട്. ഒരു ദിവസം പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഒരു നീതി സ്റ്റോർ, ഞങ്ങളുടെ അവിടുത്തെ അടുത്തുള്ളൊരു സൊസൈറ്റിയുടെ ഒരു നീതി സ്റ്റോർ അവിടെ കട കണ്ടു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവിടെ കടയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, അമ്മേ മാതാവേ, അവനെയൊക്കെ കണ്ടല്ലോ, എനിക്ക് ആ ജോലി ഒന്നും, ഞങ്ങൾ കന്നാലിനെ വളർത്തുവാണ്, കന്നാലിനെ വളർത്തണു, ആടനെ വളർത്തണു, അവിടെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം വന്നിരുന്ന ജോലിയായിരുന്നല്ലോ. അമ്മേ മാതാവേ, ഈ കട കണ്ടല്ലോ അമ്മ, ഞാൻ ഇന്ന് ശക്തമായിട്ട് അമ്മേ ഈ വാഹനത്തിലിരുന്ന്, കാരണം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ ആ വാഹനം ഒരു ദേവാലയമാണ്, അതേ രീതിയിൽ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ബസ്സിൽ പ്രാർത്ഥിച്ച് പലർക്കും വേണ്ടി, പല രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ച്, പ്രത്യേകിച്ച് കൃപാസനത്തെയും ജോസഫത്തിനെയും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എനിക്ക് അതേ ആ കടയിൽ എനിക്ക് ജോലി വാങ്ങി തരണം കേട്ടോ അമ്മയെന്ന്. അവിടെ നിന്ന് വന്നു, പ്രാർത്ഥിച്ചു, വണ്ടിയിൽ പ്രാർത്ഥിച്ചു, ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി, പ്രാർത്ഥന എല്ലാവരും കയറി തിരിച്ച് അവിടെ ചെന്നു. പിറ്റേ ദിവസം എൻ്റെ മകളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ കീരമ്പാറ വരികയാണ്. കീരമ്പാറ എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ആ കടയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപം അവിടെ കിടക്കുക. ഞാൻ ഓടിച്ചെന്നു, കാരണം പരിശുദ്ധമ്മേനെ കണ്ടാൽ നമ്മൾ തുള്ളിക്കൊണ്ടില്ലല്ലോ. ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തേ മക്കളെ ചുമ്മാ വന്നാന്ന് പറഞ്ഞു. കയറിയിരിക്കുന്നത് ഞാൻ കയറിയിരിക്കുന്നില്ല ഏട്ടാ, ഞാൻ പോവാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ കയറിയിരുന്നു. ആ സമയത്ത് തന്നെ ആ ബാങ്കിൻ്റെ ഒരു അധികാരി അതിൽ വന്നു, മൈക്കിളെ നീ കട എടുത്തോളാമോ, അവിടെ ജോലി ചെയ്തോളാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അടങ്ങിപ്പോയി, കാരണം ഞാൻ ഇന്നലെയാണ് ചോദിച്ചത്, ഒരു ദിവസങ്ങളെ പോലും കഴിഞ്ഞിട്ടില്ല. അതെന്നെ അങ്ങനെ. അപ്പോൾ ഇയാൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അത് കാരണം ഇനി ആളില്ല. പിന്നെ അതല്ല, അയാൾക്ക് കമ്മീഷൻ മാത്രം കൊടുക്കണ്ടായി, നിനക്കാണ് ഈ ശമ്പളവും തരും, കമ്മീഷൻ തന്നെ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഓടിപ്പോയി വൈഫിനോട് ചോദിക്കിയിട്ട് വൈഫിൻ്റെ അടുത്ത് പറയും. വൈഫ് പറഞ്ഞു, 200 രൂപ കിട്ടിയാലും മതി, എടുക്കാച്ചായി എന്ന് പറയും. അങ്ങനെ ആ ജോലിയിൽ കയറി, അതായത് പിറ്റേ ദിവസം തന്നെ പരിശുദ്ധമ്മ ആ കട ഞങ്ങൾ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ കടയുടെ കാര്യവും കഴിഞ്ഞു. ഒത്തിരി ഇതിപ്പോൾ ഇന്ന് 6 വർഷങ്ങളുമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഈ 6 വർഷത്തിനുള്ളിൽ അനേകം കൂമ്പാരക്കണക്കിന് എനിക്ക് അനുഗ്രഹങ്ങളാണ് അമ്മ തന്നിരിക്കുന്നത്. അതുപോലെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ, നന്നായി പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ തന്നു. എല്ലാ ദിവസവും പള്ളി പോകാൻ, മറ്റേ അലസനായിരുന്നു, പള്ളി പോകാനുള്ള ഒരു കൃപയും പ്രാർത്ഥിക്കാനുള്ള കൃപയും തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇനി എൻ്റെ വ്യക്തിഗതമായ ഇതിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവ്, നല്ലൊരു പ്രാർത്ഥന, അതായത് എല്ലാ ദിവസവും പള്ളിയിൽ മുടങ്ങാതെ പള്ളിയിൽ പോകും. താമസിച്ച പോലെ ഓടിയെത്തി പള്ളിയിൽ കയറി കുർബാനായിട്ട് വരുന്നൊരു സ്വഭാവത്തിലേക്ക് മാറി. അതുപോലെ തന്നെ പള്ളിയിൽ ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുമായിരുന്നു, ഈ പള്ളിയിൽ ഒരു അധികാരം എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് അവിടുത്തെ ട്രസ്റ്റിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതൊക്കെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചാൽ തന്നെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ വിശ്വസ്തയോടുകൂടി ദൈവത്തിനൊരു വേല ചെയ്യുവാൻ ആ ഇടവകയിൽ എനിക്ക് തമ്പുരാൻ ഒരു കൃപാസന പ്രസാദപര മാതാവിൻ്റെ മധ്യസ്ഥയിൽ പറഞ്ഞു. അമ്മ തന്ന ആ അനുഗ്രഹം അവിടെ ഒരു ട്രസ്റ്റിയായി ജോലി ചെയ്യുന്നു ഞാൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പത്രം മേടിച്ചുകൊണ്ട് എത്ര പത്രം കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. ഞാൻ ചില കപ്പളിലേക്ക് നോക്കുമ്പോൾ 8 പത്രങ്ങൾ ആ കപ്പളിയിലെ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. ഞാൻ ഓടിപ്പോയി ആ പത്രം എടുക്കും, ആ പത്രം എടുത്ത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യും, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ പത്രം എടുത്ത് ആശുപത്രികളിലും വീടുകളിലെല്ലാം കയറി ഞാൻ പത്രം കൊടുത്ത് ആശുപത്രി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ രോഗികൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 10 വീട്ടുകാരെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഓരോ മാസവും ദശാംശം കിട്ടുന്ന പൈസ, അതായത് ഈ ഏറ്റവും കുറഞ്ഞത് അവർക്ക് കൂലിപ്പണിക്കാരാണ്, 200 രൂപ എങ്കിൽ 200 രൂപ, ഞങ്ങളൊരു മീറ്റിംഗ് കൂടി എല്ലാവരും 200 വെച്ചും കൂടുതലുള്ളവർ കൂടുതലിട്ടും ആ പൈസ കിട്ടുന്നതിന് ഞങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന രോഗങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ അവർക്ക് ഞങ്ങൾ ഒരു 5000 രൂപ വെച്ച് എത്ര പേര് വന്നാലും കൊടുക്കാനുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യേണ്ടത്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി പ്രകാരം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ഓരോ വ്യക്തികളെ കണ്ടാലും പരിശുദ്ധ അമ്മ ആരാണെന്നും കൃപാസന ഈശോ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് തന്ന് അനുഗ്രഹിച്ചതിനോർത്ത് ഒത്തിരി നന്ദിയോടെ കൃപാസന അമ്മയ്ക്ക് നന്ദി പറയുന്നു, കൃപാസന ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:21 അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. തൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഈ മകൻ ഇവിടെ പങ്കുവച്ചു. എങ്ങനെ തനിക്കിന്ന് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാനാണ് തോന്നുന്നതെന്നാണ് പറയുക. ദൈവത്തെ സ്തുതിച്ച് ദാവീദ് ഡാൻസ് ചെയ്തു. അതുപോലെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപകൾ അത്രയേറെയാണ്. ആത്മീയമായ ഉണർവ്, ഭൗതികമായി തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഈ മകനെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അത് എത്രമാത്രം തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഉടമ്പടി ഏറ്റവും വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന മക്കൾ, അവർ ദൈവത്തോടു കൂടി തങ്ങളുടെ ഓരോ ദിവസവും പങ്കുവയ്ക്കുകയാണ്. പുലരുന്നതും അതുപോലെ പ്രഭാതവും പ്രദോഷവും ദൈവത്തോടു കൂടെ തന്നെ. അങ്ങനെ ഇന്ന് തനിക്ക് 25 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന അലർജി, ഇതൊക്കെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുവാൻ വേണ്ടിയിട്ട് നാം തിക്കും തിരക്കും കൂട്ടുമ്പോൾ നാം ചിന്തിക്കണം, അച്ഛനെ കാണുക, അത് അമ്മ ചിന്തിച്ചാലേ നാം അച്ഛനെ കാണുകയുള്ളൂ. ഈശോ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അച്ഛനെ കാണാൻ പറ്റുകയുള്ളൂ. അച്ഛനെ കാണുന്നതല്ല പ്രധാനം, നാം ഉടമ്പടി ജീവിക്കുക, അതാണ് പ്രധാനം. അതല്ലേ ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് അതിന് ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അമ്മ തന്നെ ആരോ ഉന്തി വിടുന്നത് പോലെ വിട്ടു എന്നാണ് പറയുക. അത് അമ്മയല്ലാതെ പിന്നെ ആരാണ്? അങ്ങനെ അച്ഛനോട് ചെന്ന് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു. പിന്നീട് പോയിട്ട് 25 വർഷമായി ഗോതമ്പിൻ്റെ യാതൊന്നും താൻ കഴിക്കാത്ത താൻ എന്ത് കഴിച്ചുവെന്നും ഇന്ന് ഈ നിമിഷം വരെ തനിക്ക് പിന്നീട് യാതൊരു അലർജിയുമില്ല. അതുപോലെ തങ്ങളുടെ ഭവനം നിർമ്മാണം 25 വർഷമായിട്ട് അത് മുടങ്ങി, അതായത് അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. എന്നാൽ 6 മാസത്തിനുള്ളിൽ യാതൊരു കടങ്ങളുമില്ലാതെ അത് പൂർത്തീകരിക്കുവാനായിട്ട് അമ്മ കൂടെ നിന്നു. അമ്മ ഞങ്ങൾക്കത് ചെയ്തു തന്നു. താൻ തലേ ദിവസം കണ്ട ഒരു കട, അതിലൊന്ന് തനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവിടെ ജോലി. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല. ഇതെല്ലാം ഈ മകൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങളാണ്. താൻ എങ്ങനെയായിരുന്നു, എന്നാൽ ഇന്ന് കുർബാന, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ കൂദാശ ജീവിതം, ഇതിനോടൊക്കെ ഇന്ന് കാട്ടുന്ന, ഇന്ന് തനിക്കുള്ള ആ ഒരു അഭിനിവേശം എന്ന് തന്നെ പറയാം. കുർബാനയിലൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ ഇന്ന് തീരാത്ത നഷ്ടമാണ്. കൂദാശ ജീവിതം നയിച്ചില്ലെങ്കിൽ തനിക്ക് വലിയ കുറവ്. ഇതൊക്കെ തോന്നുന്ന മക്കളുടെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെ ദൈവം കടന്നു വരാതിരിക്കും? ദൈവം കടന്നു വരിക തന്നെ ചെയ്യും. അതാണ് ഇന്ന് നാം ഇവിടെ കേട്ടതൊക്കെ. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ജലസമ്പന്നത അത് എങ്ങനെ തങ്ങൾക്ക് ലഭിച്ചു? ഇന്ന് ആ നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ തങ്ങളുടെ ബോർവെല്ലിൽ ജലമുണ്ടെന്നാണ് പറയുക. ആത്മീയമായും അതുപോലെ എത്ര മക്കളെ ഇവിടെ കൊണ്ടുവരുന്നു, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, മറ്റുള്ളവരെ കൂടെ കൂട്ടുവാനും അവരെയും കൂടി പ്രചോദിപ്പിക്കുന്നവരാകുവാനും ഉടമ്പടി എങ്ങനെ നമ്മെ സഹായിക്കുന്നു. നാം നമ്മുടെ കാര്യം, നമ്മുടെ വീട്, നമ്മുടെ ബന്ധുക്കൾ, ഇത് മാത്രമായിട്ടാണോ ഇപ്പോഴും ജീവിക്കുക? അതോ ഉടമ്പടി നമ്മെ വിശാലമായ ഒരു ചിന്തയിലേക്ക് നയിക്കുന്നുണ്ടോ? അങ്ങനെ സ്വർഗത്തിൻ്റെ പൗരന്മാരാകുവാൻ ഉടമ്പടി നമ്മെ സന്നദ്ധരാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുവാനുള്ള ഏറ്റവും അർഹമായ യോഗ്യതകൾ. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സജിൻ ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ കുറുമ്പനാടം സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഹെലികോപ്റ്റർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2022 നവംബർ 18 ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. വിവാഹ തടസ്സം നേരിട്ടുകൊണ്ട് വളരെ വിഷമിച്ചിരുന്ന അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ പോയി കണ്ട ആലോചന ഉറയ്ക്കുകയും 3 മാസത്തിനുള്ളിൽ തന്നെ 2023 ഫെബ്രുവരി 16 എനിക്ക് അനുയോജ്യ ഒരു ജീവിത പങ്കാളിയെ തന്ന് കർത്താവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപവും പോക്കറ്റിലിട്ടുകൊണ്ടായിരുന്നു പോയിരുന്നത്. ഞങ്ങളുടെ വിവാഹത്തിൽ
പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഇടപെടലുണ്ട് എന്നതിന് തെളിവായിട്ട് കർത്താവ് എനിക്കൊരു അടയാളം കൂടി കാണിച്ചു തന്നിരുന്നു. അതായത് എൻ്റെ മാമോദിസ ഡേറ്റിൽ തന്നെയാണ് എൻ്റെ വിവാഹവും കർത്താവ് എനിക്ക് നടത്തി തന്നത്. ആക്ച്വലി എൻ്റെ മാമോദിസ ഡേറ്റ് എന്നാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പള്ളിയിൽ വിവാഹ സർട്ടിഫിക്കറ്റിനായിട്ട് ചെന്നപ്പോഴാണ് അതിലെൻ്റെ മാമോദിസ ഡേറ്റ് 1992 ഫെബ്രുവരി 16 എന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ ദൈവ പൈതലായി പിറന്ന ദിവസവും എൻ്റെ വിവാഹ വാർഷികവും ഒരേ ദിവസം തന്നെ ആഘോഷിക്കുവാൻ കർത്താവ് എനിക്ക് ഇടവരുത്തി. പരിശുദ്ധ അമ്മ വഴി കർത്താവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. രണ്ടാമതായി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു സൗഖ്യമാണ്. 2020 ഒക്ടോബർ മാസത്തിൽ കൊറോണ സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആക്റ്റീവ് ഓടിച്ചുകൊണ്ട് പോവുകയുണ്ടായി. അതിനെ തുടർന്ന് എനിക്ക് ശക്തമായ കഴുത്ത് വേദനയും പുറം വേദനയും അനിയന്ത്രിതമായ മസിൽ ട്വിച്ചിങ്സും ഒക്കെ ഉണ്ടായി. 2 ആഴ്ച ഫിസിയോതെറാപ്പി എടുത്തെങ്കിലും വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് ഉറക്കത്തിനിടയ്ക്ക് ഒന്ന് ചെരിഞ്ഞ് കിടക്കുവാനോ അതുപോലെ തന്നെ തലയണ ഉപയോഗിക്കാനോ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഒന്ന് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വേദനയും അസ്വസ്ഥതയും കാരണം ഉറക്കം മുറിഞ്ഞു പോകുമായിരുന്നു. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കയ്യിലും കാലിലും ഒക്കെ മസിൽ ട്വിച്ചിങ്സ് അനിയന്ത്രിതമായിട്ട് ഈ പേശിമിടിപ്പ് ഉണ്ടാകുന്നത് മൂലം ഉറക്കം മുറിഞ്ഞു പോകുമായിരുന്നു. ഇങ്ങനെ ഉറക്കം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ 2-3 ആഴ്ചയോളം ഉറക്കം ശരിയാകാതെ ഓഫീസിൽ പോയിട്ട് ഡ്യൂട്ടി പോലും ശരിക്ക് ചെയ്യാൻ പറ്റാതെ ആകെ മാനസികമായി ഒത്തിരി വിഷമിച്ച് മരിച്ചാൽ മതിയായിരുന്നത് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏതായാലും ഒരു ഓർത്തോ ഡോക്ടർ കുറിച്ച ഒരു ഞരമ്പ് വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് എൻ്റെ മസിൽ ട്വിച്ചിങ്സിനൊക്കെ ശമനം ഉണ്ടാവുകയും നന്നായിട്ട് ഉറങ്ങാനും സാധിച്ചു. എന്നാൽ 3 മാസത്തിന് ശേഷം ഡോക്ടർ ഈ മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെട്ടു തുടങ്ങി. അതായത് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ മറ്റോ 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും എനിക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നീട് വിവാഹം ഉറപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീണ്ടും ആ മരുന്ന് ഒന്നുകൂടി നിർത്തി നോക്കി. പക്ഷേ അപ്പോഴും എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ വീണ്ടും എനിക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി തൈലം കഴുത്തിൽ പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി 2ാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വേദനകൾക്കെല്ലാം നല്ല ശമനം ഉണ്ടാവുകയും അതുപോലെ തന്നെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കഴുത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇതിനു മുമ്പ് MRI എടുത്ത് നോക്കിയപ്പോൾ അതിൽ എനിക്ക് ഏർലി സെർവിക്കൽ സ്പോണ്ടലിറ്റി ചേഞ്ചസ് ഉണ്ടെന്ന് കാണിച്ചിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് 2ാമത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കഴുത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്ന് കാണിക്കുകയും അതുപോലെ തന്നെ വേദനകൾക്കെല്ലാം നല്ല ശമനം ഉണ്ടാകുകയും അനിയന്ത്രിതമായ മസിൽ ട്വിച്ചിങ്സ് പൂർണ്ണമായി സൗഖ്യപ്പെടുകയും അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായി മാറിക്കിട്ടുകയും ചെയ്തു. പിന്നീട് ഇന്നേ വരെ എനിക്ക് ആ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. അമ്മ വഴി തിരുക്കുമാരൻ നൽകിയ ഈ മഹാസൗഖ്യത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. 3ാമതായി എനിക്ക് ഉണ്ടായ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ വരാറായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹെലികോപ്റ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാറുള്ളൂ. ഞങ്ങളുടെ ഹെലികോപ്റ്ററാണ് ഉള്ളത് ഇന്ത്യയിലെ തന്നെ വളരെ റൂറൽ ഏരിയാസിലാണ് കൂടുതലും ഉള്ളത്. ഇതിന് ബാംഗ്ലൂരിന് മുമ്പ് ഞാൻ കട്ട് ചെയ്ത 3 സ്ഥലങ്ങളും അതായത് ബട്ടിൻഡ, സൂരത്ഗഡ്, ഫലോദി മുതലായ റൂറൽ എക്സ്ട്രീം ക്ലൈമറ്റ്സും ഒട്ടും സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിലെ പോസ്റ്റിങ്ങിന് ശേഷം വേഴാമ്പലിന് മഴ കിട്ടിയതുപോലെയായിരുന്നു എനിക്ക് ബാംഗ്ലൂരിൽ പോസ്റ്റിംഗ് കിട്ടിയത്. ഇവിടുത്തെ 5 വർഷത്തെ കാലാവധിക്ക് ശേഷം വീണ്ടും അതുപോലെയുള്ള നോർത്തിലോ ഈസ്റ്റിലോ മറ്റുമുള്ള റൂറൽ ഏരിയാസിലേക്ക് ഫാമിലിയായിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടാവുന്നതിലൊരു ബെസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ചണ്ഡീഗഡാണ്. അവിടെയാണെങ്കിൽ ബാംഗ്ലൂരിലെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് എന്ന് മാത്രമല്ല അവിടുത്തെ ഞങ്ങളുടെ വർക്കിംഗ് കൾച്ചറും നല്ലതായിരുന്നു. കാരണം മറ്റ് ഞങ്ങളുടെ ഹെലികോപ്റ്റർ യൂണിറ്റുകളിലെ പോലെ വളരെ തിരക്ക് പിടിച്ചതും ടെൻഷൻ പിടിച്ചതുമായിട്ടുള്ള ഒരു വർക്കിംഗ് കൾച്ചർ ആയിരുന്നില്ല അവിടുത്തേത്. അവിടെ ഞങ്ങളുടെ ഓവറോളിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ടെൻഷനൊന്നും ഇല്ലാത്ത പണിയാണ്, ടൈം ബേസ്ഡ് ആയിട്ടുള്ള പണിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹെലികോപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ചണ്ഡീഗഡ്. ഇപ്പോൾ ഒരു നല്ല പോസ്റ്റിങ്ങിന് ശേഷം വീണ്ടും ഒരു നല്ല പോസ്റ്റിംഗ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഉടമ്പടി ലാസ്റ്റ് പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അതുമാത്രമല്ല ഞങ്ങളുടെ ചണ്ഡീഗഡിലെ ബേസിനടുത്ത് തന്നെ ദിവസവും മലയാളം കുർബാനയുള്ള ഒരു പള്ളിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് ടെമ്പററി ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ അവിടെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും അവിടെ പോസ്റ്റിംഗ് കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ നേരത്ത് എനിക്ക് അടുത്ത പോസ്റ്റിംഗ് ചണ്ഡീഗഡ് തന്നെ ലഭിക്കണമേ എന്ന്
നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ജോസഫ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സഫലമാകണമെങ്കിൽ നമ്മൾ ഭൗമാംശത്തിനൊപ്പം ദൈവാംശവും കൂടി ആഡ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് അടുത്ത പോസ്റ്റിംഗ് ചണ്ഡീഗഡ് തരുവാണെങ്കിൽ ഞാൻ ദിവസവും എന്നാൽ സാധിക്കുന്നിടത്തോളം ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തു കൊള്ളാമെന്നും അവിടെ പള്ളിയോട് ചേർന്ന് നിന്ന് ആത്മീയ കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ നിയോഗം വെച്ചതിൻ്റെ അടുത്ത മാസം തന്നെ എനിക്ക് ചണ്ഡീഗഡ് പോസ്റ്റിംഗ് തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ പോസ്റ്റിംഗ് സിഗ്നൽ കണ്ട കൊളീഗ്സ് എല്ലാം എന്നോട് ചോദിച്ചത്, ഈ പോസ്റ്റിംഗ് നിനക്ക് എങ്ങനെ കിട്ടിയെന്നാണ്. കാരണം ഒരു നല്ല പോസ്റ്റിങ്ങിന് ശേഷം മിക്കവാറും മോശം പോസ്റ്റിംഗ് എല്ലാവർക്കും കിട്ടാറുള്ളൂ. അപ്പം അവരെല്ലാം ചോദിച്ചു, ആരോട് ശുപാർശ ചെയ്തിട്ടാണ് നിനക്ക് ഈ പോസ്റ്റിംഗ് കിട്ടിയതെന്ന്. അപ്പോൾ ഹിന്ദിയിൽ പറയും, ശുപാർശ ചെയ്യുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത് ജുഗാഡ് വെക്കുക എന്നാണ്. അപ്പം നീ എവിടെ ജുഗാഡ് വെച്ചിട്ടാണ് നിനക്ക് ഈ പോസ്റ്റിംഗ് കിട്ടിയതെന്ന് അവരെല്ലാവരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുക്കൽ ജുഗാഡ് വെച്ചിട്ടാണ് ഈ പോസ്റ്റിംഗ് കിട്ടിയെന്നാണ് അവരോടെല്ലാം പറഞ്ഞത്. അങ്ങനെ ജുഗാഡ് വെച്ച് കർത്താവിൽ നിന്ന് എനിക്ക് ഈ പോസ്റ്റിംഗ് മേടിച്ച് തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, ആത്മീയമായിട്ടും ഒട്ടനവധി നന്മകൾ നൽകി കർത്താവിനെ അനുഗ്രഹിച്ചു ഉടമ്പടിയിലൂടെ. ആത്മീയമായിട്ട് ഒത്തിരി വളരുവാനും അതുപോലെ തന്നെ ആത്മീയ ആനന്ദം അനുഭവിക്കുവാനും എനിക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ദിവ്യബലി അർപ്പിക്കുവാനും ദിവ്യബലിയിൽ പല വിചാരമൊന്നുമില്ലാതെ തീക്ഷ്ണമായിട്ട് ദിവ്യബലി അർപ്പിക്കുവാനും ഉടമ്പടിയിലൂടെ എനിക്ക് കഴിയുന്നു. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ആഴ്ചകളിലും തന്നെ കുമ്പസാരിക്കുവാനുള്ള കൃപയും കർത്താവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ചകളിൽ മറ്റു വിനോദങ്ങൾക്കോ മറ്റ് ഭൗമിക കാര്യങ്ങൾക്കോ അധികം സമയം ചെലവഴിക്കാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുവാനും കർത്താവിനെ അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുക എന്ന് പറയുന്നത് ബാംഗ്ലൂരിലായതുകൊണ്ട് തന്നെ മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് മുതലായ ഭാഷകളിലുള്ള പത്രം മേടിച്ചുകൊണ്ട് പോയി അവിടുത്തെ അതാത് കമ്മ്യൂണിറ്റീസിൽ കൃപാസനത്തെപ്പറ്റി പറഞ്ഞും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞുമൊക്കെ പത്രം അവർക്ക് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട്. മറ്റ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നാട്ടിലായിരിക്കുമ്പോഴും അടുത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടുത്തെ അന്തേവാസികളുമായിട്ട് സമയം ചെലവഴിക്കുകയും അവർക്ക് ഭൗതികവും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ബാംഗ്ലൂരിലായിരിക്കുമ്പോഴും അതുപോലെ അവിടുത്തെ ഞങ്ങളുടെ ഇടവകയുടെ കെയർ ഓഫിലുള്ള ഒരു വൃദ്ധസദനത്തിൽ, കൃപാലയ എന്ന് പറഞ്ഞ വൃദ്ധസദനത്തിൽ എല്ലാ ഞായറാഴ്ചയും പോവുകയും അവിടുത്തെ അന്തേവാസികളുമായിട്ട് സമയം ചെലവഴിക്കുകയും അവർക്ക് സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ വാതിക്കൽ ദിവസം ഇരിക്കുന്ന ഭിക്ഷാടകർക്കെല്ലാം അവരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുകയും അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും നിർധനരായിട്ടുള്ള പാവങ്ങൾക്കും രോഗികൾക്കുമൊക്കെ ചികിത്സാ സഹായവും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ ജീവിതം ഇനി മുഴുവനും ഉടമ്പടിയിൽ തുടർന്ന് കർത്താവുമായി ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് ഉടമ്പടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുവേണ്ടിയുള്ള വലിയ കൃപയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആവേ മരിയ. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ സജിൻ ജോസഫ് ഇന്ന് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്നറിഞ്ഞ് തൻ്റെ ജീവിതത്തെ തന്നെ തുടർന്നങ്ങോട്ട് ഇനിയൊരു ജീവിതം ഉള്ളത് കർത്താവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഉടമ്പടി തന്നെ അത്രമാത്രം ദൈവത്തോട് അടുപ്പിച്ചു, ദൈവസ്നേഹം കൊണ്ട് നിറച്ചു. തൻ്റെ വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ അതെങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ആലോചന വന്നത് തനിക്കത് അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ ദൈവം തനിക്ക് നൽകുന്ന അനുഭവവും തൻ്റെ രോഗസൗഖ്യം, എയർഫോഴ്സിൽ ടെക്നീഷ്യനായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ തൻ്റെ പോസ്റ്റിൽ തുടർന്നുള്ള ഒരു ട്രാൻസ്ഫർ, അതിനെക്കുറിച്ചൊക്കെ ഈ മകൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എന്തിലും ഏതിലും തൻ്റെ ജീവിതത്തിൽ താൻ മാറ്റം വരുത്തിയപ്പോൾ താൻ ചോദിക്കുന്നതൊക്കെ കൈ നിറയെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം ഈ മകൻ അനുഭവിച്ചു. ഇന്ന് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും താൻ മറ്റുള്ളവരെയൊക്കെ എങ്ങനെയാണ് ക്രിസ്തുവിൽ അവരെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു കൃപ തനിക്ക് ലഭിച്ചു. ആരെന്നില്ലാതെ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് തൻ്റെ സഹായഹസ്തം നീട്ടുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി
സമയം ചിലവഴിക്കുവാൻ, അവർ ആരുമാകട്ടെ, വഴിയരികിലിരിക്കുന്നവരാകട്ടെ, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുവാൻ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുവാൻ ഇതിനു മുമ്പുണ്ടായിരുന്നത് പോലെയൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബോധ്യങ്ങൾ ലഭിച്ചു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ തീർച്ചയായും കർത്താവിന് പ്രസാദകരമായവ എന്തെന്ന് വിവേചിച്ചറിയുന്ന ഒരു സമൂഹം വളരുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.